ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ നല്ല വെയിലൊക്കെ ആയില്ലേ, കാലത്തൊക്കെ ഒരു മഴയൊക്കെ കണ്ടു. ഇപ്പോൾ ഉച്ചയാകുമ്പോൾ ഒരു വെയിലാണ്. ഞാൻ എടപ്പാൾ ഭാഗത്തേക്ക് വന്നതാണ്. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ വഴിയിലൊക്കെ നിറയെ നായ്ക്കൾ. എത്ര നായ്ക്കൾ വെച്ചിട്ട വഴിയിൽ. ഒരു നായ വണ്ടിയുടെ പിന്നാലെ ഓടി. ഞാൻ വണ്ടി നല്ല സ്പീഡിൽ വിട്ടു. കുറച്ച് ദൂരേക്ക് ഓടി വന്നു കേട്ടോ. നമുക്കതൊരു പേടിയാണ് അത് ഓടി വരുമ്പോൾ. നമ്മൾ വീഴുമോ, വണ്ടിയും പറയുമോ, വണ്ടിയുടെ മുകളിൽ ചാടി കയറുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് നായ്ക്കൾ ഓടി വരുമ്പോൾ. എന്താ അങ്ങനെ നായേനെ പിടിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ? നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ വണ്ടിയുടെ പിന്നാലേക്ക് ഓടി വന്നാൽ എന്താ നമ്മൾ ചെയ്യുക? എനിക്ക് പറ്റുന്ന മാതിരി മറ്റുള്ളവർക്കും പറ്റില്ല. ഇത് എല്ലാവർക്കും എന്താ പറയുക, ഉണ്ടാവാൻ പോണ ഒരു സംഭവമാണല്ലോ അത്. അപ്പോൾ ഞാൻ ആകെ പേടിച്ച് പോയി. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കുക, അതിട്ട് കടിക്കുക എന്താ ചെയ്യുക. എൻ്റെ അച്ഛനെ പണ്ട് നായ കടിച്ചിട്ടുണ്ട്. നായ കടിച്ചിട്ട് അന്നൊക്കെ എന്താണെന്ന് വെച്ചാൽ പൊക്കിളിൻ്റെ ചുറ്റിനും, പൊക്കിളില്ലേ അതിൻ്റെ ചുറ്റിനും ഇഞ്ചക്ഷൻ വയ്ക്കുക ചെയ്യുക. അച്ഛൻ എന്നിട്ട് പൊക്കിളിൻ്റെ ചുറ്റിനും ഇഞ്ചക്ഷൻ വെച്ചിട്ട് അവിടെയൊക്കെ അങ്ങനെ കല്ലച്ച മാതിരി ആയിണ്ടാവും. എന്തുമാതിരി ബുദ്ധിമുട്ട് വന്നിരുന്നു അന്നൊക്കെ. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 4-5 ഇഞ്ചക്ഷൻ മതി തോന്നണോ. ഓരോ സമയം വെച്ചിട്ട് അവരിങ്ങനെ പറയുന്ന ഡേറ്റിന് പോയി നമ്മൾ ചെയ്താൽ മതി തോന്നണോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും പേടിയായി. അതിനിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ കണ്ടില്ലേ, പിള്ളേർ നായ കടിച്ചിട്ട് വിഷം ഇളകിയിട്ട് അങ്ങനെ മരിച്ചു എന്നൊക്കെ കേൾക്കുന്നത്. നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇഞ്ചക്ഷൻ ചെയ്യണ മാതിരി തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്രേ. നമ്മൾ ആ സ്പോട്ടിൽ കടിച്ച ആ സ്പോട്ടിൽ തന്നെ ആ കടിച്ച ഭാഗം വെള്ളമൊഴിച്ച് വൃത്തിയാക്കുക എന്നുള്ളത്. അത് നമ്മൾ പലപ്പോഴും ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ ആ ബേജാറിൽ ഓരോരുത്തർ വീട്ടിലേക്ക് പറയാൻ ഓടുക, അങ്ങനത്തെ കണ്ടീഷനൊക്കെ അല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ മുറിവ് പറ്റിയ സ്ഥലത്ത് പൈപ്പിൽ നിന്ന് വീണ വെള്ളം ഫോഴ്സിൽ അങ്ങനെ വീണ് കഴിഞ്ഞാൽ അതിലുള്ള കുറേ അണുക്കൾ പുറത്തേക്ക് പോകുന്ന പറയണേ. അത് കഴിഞ്ഞ് നമ്മൾ സോപ്പിട്ട് കഴുകുക അത്ര ചെയ്യേണ്ടത്. അപ്പോൾ സോപ്പിട്ടൊക്കെ കഴുകുമ്പോൾ കുറേ അങ്ങനെ പോവുമെന്ന് പറയണു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഘട്ടമാണ് അതേമാതിരി ഈ ഇഞ്ചക്ഷൻ ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് അത്ര ഈ കഴുകുക എന്നുള്ളൊരു ഘട്ടവും. അതൊക്കെ ചെയ്യാതെ കൊണ്ട് ചിലപ്പോൾ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാവും പല പിള്ളേർക്കും ആ മരുന്ന് പറ്റായൊക്കെ വന്നിട്ടുണ്ടാവുക. നമുക്ക് അറിയില്ലല്ലോ ഇപ്പോൾ എന്താ സംഭവം എന്നുള്ളത്. പലരും കഴുകുന്നൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയാം. ഞാനാകെ പേടിച്ചു പോയി. അതേമാതിരി എൻ്റെ മോനും അനിയനും കൂടി ഇതേമാതിരി ഒരു പ്രാവശ്യം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് കൂടെ വണ്ടിയായിട്ട് പോണ സമയത്ത് നായ ചാടി കടിച്ചു. അവൻ്റെ കാലുമ്മിലെ പിടിച്ച നായ. ആ കാലുമ്മിൽ പിടിച്ചിട്ട് പിന്നെ അവൻ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു പോയിട്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് തന്നെ വേണ്ട രീതിയിലെല്ലാം ചെയ്തിട്ട് ഇഞ്ചക്ഷനും ചെയ്തു. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം എനിക്ക് നായ ഓടി വരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് പേടിയായി. നായ്ക്കളെയൊന്നും ഇങ്ങനെ കൊല്ലരുത് എന്ന് പറഞ്ഞാലൊന്നും എന്താ ചെയ്യുക നമുക്ക്. അപ്പോൾ നമ്മളതൊരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്നിപ്പോൾ എനിക്ക് വന്നു, നാളെ വേറൊരാൾക്ക് അങ്ങനെ വരില്ല എന്നിപ്പോൾ എങ്ങനെയാണ് അറിയാം നമുക്ക്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനതിങ്ങനെ പേടി മാറിയിട്ടില്ല ഉള്ളിലത്തെ. എന്നാലും ഒരു വീഡിയോ പറയണമെന്ന് തോന്നി, അങ്ങനെ വന്നു. അത്ര തന്നെ. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ അനുഭവമായിട്ട് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു, അത്രമാത്രം. എന്തായാലും ഭാഗ്യത്തിനൊന്നും പറ്റാതെ കണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നായ്ക്കൾ ഇങ്ങനെ വളർന്നു നാടിന് ഭീഷണിയായി കഴിഞ്ഞാൽ കുഞ്ഞു മക്കളൊക്കെ പുറത്തിറങ്ങിയപ്പോൾ അതോ സ്കൂൾ തുറന്നു, പിള്ളേർ സ്കൂളിൽ പോകേണ്ട സമയമാണ്. ഈ വഴിയരിക്കിലൊക്കെ ഇങ്ങനെ നായ്ക്കൾ കൂട്ടം കൂടി നിന്ന കുഞ്ഞു മക്കളൊക്കെ എന്താ ചെയ്യുക? അപ്പോൾ അതിന് എന്താ നടപടി എന്താ വേണ്ടത് ചെയ്യുമെന്ന് വിചാരിക്കുക നമ്മളൊക്കെ അല്ലേ. അത് നമ്മൾ പ്രതീക്ഷിക്കാം. ഓക്കെ. ഞാൻ ഈ നായയുടെ കാര്യം പറഞ്ഞത്, നായ്ക്കളെ കൊല്ലേണ്ട കാര്യങ്ങൾ പറഞ്ഞത്, വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ കാര്യം എല്ലാട്ടോ ഞാൻ പറയുന്നത്. ഞാൻ അതിനാർക്കും ഒരു എതിരഭിപ്രായം വരേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ നമ്മളത് വേണ്ട രീതിയിൽ ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് പുറത്ത് വിടാണ്ട് വളർത്തുന്നതാണ്. അത് നാട്ടുകാർക്കൊന്നും ഒരു ശല്യമില്ല. അത് അവരവരുടെ ഇഷ്ടം പോലെ അവരവർ വളർത്തുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെ എന്താ പറയുക, ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതൊക്കെ. അതൊന്നും ഇപ്പോൾ നമ്മളതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ചൊന്നുമല്ല നമ്മൾ പറയണേ. ഈ സമൂഹത്തിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളുണ്ടല്ലോ, അതാണ് നമ്മൾ പറയുന്നത്. അതിനൊരു പ്രതിവിധി എന്തായാലും ചെയ്യണ്ടേ. എല്ലാ മക്കളും ഇപ്പോൾ വണ്ടിയിൽ പോയി അത്ര സേഫായി പോയി വരുന്ന മക്കളൊന്നും ആവില്ല. പാവപ്പെട്ടവരുടെ വീട്ടിൽ മക്കളും ഉണ്ടാവില്ലേ. അവർക്ക് നടന്ന് സമൂഹത്തിൽ കൂടെ നടന്നു പോകേണ്ട ഒരു ഇതൊക്കെ ഇല്ലേ. റോട്ടിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ ഇപ്പോൾ കുന്നും പ്രദേശമൊക്കെ ആണെങ്കിൽ നായ്ക്കൾ ഒന്നിച്ച് ആക്രമിക്കാൻ നിന്നാൽ പിള്ളേരെന്താ ചെയ്യുക? അപ്പോൾ അതാണ് പറയുന്നത്. അല്ലാണ്ട് നായ്ക്കളെ വളർത്തുന്നതിന് എതിരായിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ വിടുന്നത് കേട്ടോ. അത് വിചാരിച്ചാരും അഭിപ്രായ വ്യത്യാസത്തിന് നിൽക്കണ്ട. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രം. ഓക്കെ.